വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ സ്നാക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ക്യാപ്സിക്കം 3 കളറിലെടുത്തിട്ടുണ്ട്, മല്ലിയില, പച്ചമുളക്, 2 സവാള, പിന്നെ ചിക്കൻ ക്രഷ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ സ്റ്റോക്ക്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പാൽ. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മല്ലിയില ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു പൊട്ടാറ്റോയും ചീസാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊട്ടാറ്റോയും ചീസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ്, ബ്രെഡ് ക്രംസ്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ആദ്യം അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.